നമസ്കാരം. ഭൂമിയുടെ ഘടന മാറുന്നു. ആഫ്രിക്ക രണ്ടായി പിളരുന്നു. ഭൂമിയുടെ ആന്തരിക ഘടനയിൽ വലിയൊരു മാറ്റം പതുക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡം കാലക്രമേണ രണ്ടായി പിളരാനുള്ള സാധ്യതയുണ്ടെന്നും ഇതിൻ്റെ ഫലമായി ഭൂമിയിൽ തന്നെ ഒരു പുതിയ സമുദ്രം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും പുതിയ പഠനം വ്യക്തമാക്കുന്നു. വിർജീനിയ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്ര സംഘമാണ് ഈ നിർണായക കണ്ടെത്തലിന് പിന്നിൽ. ആഫ്രിക്കയുടെ കിഴക്കൻ ഭാഗത്തുള്ള അഫാർ മേഖലയിലാണ് ഈ മാറ്റങ്ങൾ കാണപ്പെടുന്നത്. ഇവിടെ ഭൂമിയുടെ പുറന്തോട് അസാധാരണമായ നേർത്ത നിലയിലാണ്. ചില പ്രദേശങ്ങൾ ഇതിനകം തന്നെ സമുദ്രനിരപ്പിനും താഴെയായി കഴിഞ്ഞു. ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന വലിയൊരു വിള്ളൽ രണ്ടായി പിരിയുന്ന ടെക്ടോണിക് പ്ലേറ്റുകളുടെ ഫലമാണെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ഈ വിള്ളലിൻ്റെ രണ്ട് ശാഖകൾ ഇതിനകം തന്നെ ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും മുങ്ങിയ നിലയിലാണ്. ഇവയ്ക്കിടയിലുള്ള ഭൂരിഭാഗവും കൂടി താഴ്ന്നാൽ കടൽവെള്ളം അകത്തേക്ക് കയറാൻ തുടങ്ങും. അങ്ങനെ പരസ്പരം അകലുന്ന പ്ലേറ്റുകൾക്കിടയിൽ ഒരു വലിയ വിടവിൽ പുതിയ സമുദ്രം രൂപപ്പെടുന്ന പ്രക്രിയ ആരംഭിക്കും. ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണ പ്രകാരം വിള്ളലിൻ്റെ വടക്കൻ ഭാഗത്താണ് പ്ലേറ്റുകളുടെ വേർതിരിവ് ഏറ്റവും വേഗത്തിൽ നടക്കുന്നത്. ഈ പ്രദേശത്തായിരിക്കും പുതിയ സമുദ്രം രൂപപ്പെടുന്ന ആദ്യ സൂചനകൾ പ്രകടമാകാൻ സാധ്യത. ടെക്ടോണിക് പ്ലേറ്റുകൾ ഓരോ വർഷവും ഏകദേശം 0.28 ഇഞ്ച് എന്ന തോതിലാണ് അകന്നു പോകുന്നത്. എങ്കിലും ഈ മാറ്റം പൂർണ്ണതയിലെത്തി സമുദ്രം പൂർണ്ണമായി രൂപപ്പെടാൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ ഈ പ്രക്രിയ മന്ദഗതിയിലാണെങ്കിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനുഷ്യജീവിതത്തെ വേഗത്തിൽ ബാധിക്കാമെന്ന മുന്നറിയിപ്പും ശാസ്ത്രജ്ഞർ നൽകുന്നു. പ്രത്യേകിച്ച് ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും വർദ്ധിക്കാനുള്ള സാധ്യത ഈ പ്രദേശങ്ങളിൽ കൂടിയേക്കും. ഇപ്പോൾ ഭൂമിയുടെ പുറന്തോട് ഏകദേശം 15 മുതൽ 20 വരെ ടെക്ടോണിക് പ്ലേറ്റുകളായി വിഭജിക്കുന്നു എന്നാണ് ശാസ്ത്രത്തിൻ്റെ വിലയിരുത്തൽ. ഈ പ്ലേറ്റുകൾ ഭൂമിയുടെ അടിത്തട്ടിലുള്ള ഉരുകിയ മാഗ്മയിൽ പൊങ്ങിക്കിടക്കുന്ന അവസ്ഥയിലുമാണ്. അഫാർ മേഖലയ്ക്ക് താഴെ നിന്നുയരുന്ന മാൻറ്റിൽ പ്ലൂം എന്ന ചൂടുള്ള വസ്തുനിരയാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണമെന്നാണ് ഗവേഷകർ വിശ്വസിക്കുന്നത്. ഈ ചൂട് ഭൂമിയുടെ പുറന്തോടിനെ ദുർബലപ്പെടുത്തുകയും അതിനെ പതുക്കെ പിളരാൻ ഇടയാക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി ആഫ്രിക്കയുടെ ഭൗമശാസ്ത്രപരമായ ഘടന കാലക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. ഭൂമി ഒരിക്കലും നിശ്ചലമല്ല. നമ്മൾ കാണാത്ത ആഴങ്ങളിൽ മനുഷ്യൻ്റെ ആയുസ്സിനെ മറികടക്കുന്ന സമയപരിധികളിൽ ഭൂമി തന്നെ സ്വന്തം രൂപം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഭാവിയിൽ ഒരു പുതിയ സമുദ്രത്തിൻ്റെ ജനനം തന്നെ ലോകം കാണേണ്ടി വന്നേക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.